السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും ബഹുമാന്യരും ആദരണീയരുമായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹം ഈ പ്രഭാതത്തിൽ നമ്മളിൽ വർഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങൾക്കും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മാതൃക. ജീവിതത്തിന്റെ ഏത് തലങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ, ഇബാദാത്തുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. കാരണം പ്രവാചകന് അത് നൽകിയത് അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. അങ്ങനെയുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു ഫീ ദുബരി സ്വലാത്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ കുഫ്രി വൽ ഫഖ്രി വഅദാബിൽ ഖബ്രി. അള്ളാഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, അഭയം തേടുന്നത്, അള്ളാഹുവേ ഞാൻ നിന്നോട് സത്യനിഷേധം, മിൻ കുഫ്രി കുഫറിൽ നിന്ന്, വൽ ഫഖ്രി ദാരിദ്ര്യത്തിൽ നിന്ന്, വഅദാബിൽ ഖബ്രി ഖബർ ശിക്ഷയിൽ നിന്ന് റബ്ബേ ഞാൻ അഭയം തേടുന്നു എന്ന് നിരന്തരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. എന്തുകൊണ്ട് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് പ്രാർത്ഥിക്കാനുണ്ടായ കാരണം എന്താണ്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെയും പരലോകത്തെയും ജീവിത വിജയത്തിന് തടസ്സമാകുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. ഒന്നാമത്തത് കുഫറാണ്. മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞത്, സത്യവിശ്വാസം ഇല്ലാത്ത അവസ്ഥ, അതിനാണ് കുഫർ എന്ന് പറയുന്നത്. സത്യം അംഗീകരിക്കാത്തവൻ അസത്യത്തെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ലെങ്കിലും അവൻ ആരാണെന്ന് പറഞ്ഞു, അവൻ കാഫിറാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ചില ആളുകൾ, ചില പണ്ഡിതന്മാർ ഉദ്ധരിച്ച് മുഹമ്മദ് ബിൻ അഹ്മദ് അൽ അസീരിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കുഫറുകൾ 4 തരമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും ചില ആളുകളുടെയൊക്കെ ധാരണയിൽ ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളാണ് കാഫിരീങ്ങൾ എന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട് മുസ്ലിം ഉമ്മത്തിൽ. കുഫറുകളെ കുറിച്ച് പറഞ്ഞു, ഒന്ന് മനസ്സുകൊണ്ടും നാവുകൊണ്ടുമുള്ള നിഷേധത്തിന്റെ കുഫറാണ്. ആ മനസ്സുകൊണ്ടും നാവുകൊണ്ടും അള്ളാഹുവിന്റെ ദീനിനെ, സത്യത്തെ നിഷേധിക്കുന്ന എത്രയെത്ര ആളുകളാണ് നമ്മുടെ ഉമ്മത്തിൽ വളർന്നു വരുന്നത്. പുതിയ തലമുറയിൽ വളർന്നു വരുന്ന ചില കുട്ടികൾ പറയുന്നു, ദീന് തന്നെ വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ശുദ്ധമായ കുഫറിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. ഇനി നോക്കൂ, മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും നാവുകൊണ്ട് വിസമ്മതിക്കുകയും ചെയ്യുന്ന നിരാസത്തിന്റെ കുഫർ, കുഫറുൽ ജുഹൂദ് എന്ന് പറയുന്ന, അതിനെക്കുറിച്ച് ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്. മനസ്സുകൊണ്ടൊക്കെ അംഗീകരിക്കും, പക്ഷെ നാവ് കൊണ്ട് അതൊരിക്കലും അവർ അംഗീകരിക്കാത്ത ഒരവസ്ഥ, അതും കുഫറിന്റെ ഭാഗമായിട്ട് തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെയോ മനസ്സ് നാവും സമ്മതിക്കുന്നുണ്ടെങ്കിലും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ധിക്കാരത്തിന്റെ കുഫർ, കുഫറുൽ മആനദ്, ധിക്കാരം, ഈഗോ കൊണ്ട് അവരൊരിക്കലും അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളെ, പ്രവാചകന്റെ സുന്നത്തിനെ അംഗീകരിക്കാതെ ഒരു തരത്തിലുള്ള
നിഷേധികളായി ജീവിക്കുന്ന ആളുകളെ നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽ തന്നെ കാണാൻ കഴിയും. അവരെ കുറിച്ച് ചില ആളുകൾ പറയും അവർ ഭയങ്കര ബുദ്ധിയുള്ള ആളുകളാണ്, അവർ മതേതര വിശ്വാസികളാണ്, അവരെല്ലാവരുമായി ഇടപഴകി ജീവിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് നല്ല സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാറുണ്ട്. പക്ഷെ അവരെ കുറിച്ചാണ് ഉലമാക്കൾ പറഞ്ഞത് കുഫ്റുൽ മആദ. അവരാരാണ്? അവർ മനസ്സും നാവും സമ്മതിക്കുന്നില്ല, അതനുസരിച്ച് പ്രവർത്തിക്കാത്ത ആളുകളാണ്. പിന്നെയോ നാലാമത്തെ വിഭാഗത്തെ പറഞ്ഞു, മനസ്സുകൊണ്ട് അംഗീകരിക്കാതെ നാവ് കൊണ്ട് മാത്രം അംഗീകരിക്കുന്ന കാപട്യത്തിന്റെ കുഫർ, കുഫറുൽ നിഫാഖ്, അതും പറഞ്ഞു. പല വഴികളിലൂടെയും അറിഞ്ഞും അറിയാതെയും കടന്നു വരുന്ന കുഫറിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു തആലയോട് സഹായം തേടണം. സഹോദരന്മാരെ, നമ്മൾ നല്ല വിശ്വാസികളാണ്, ആരാധന ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സംഗതിയാണ് കുഫർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സാമൂഹികവും സാമ്പത്തികവുമായ ജീവിതാവശ്യങ്ങൾ നമ്മൾ നിർവഹിക്കാൻ സാധിക്കാത്ത ആ അവസ്ഥയ്ക്കാണ് ഫഖർ അഥവാ ദാരിദ്ര്യം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി രണ്ടാമത് ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം തരണമെന്നേ പ്രാർത്ഥിച്ചത്. ഈ ഫഖറാണ് കുഫറിലേക്ക് പലപ്പോഴും നയിക്കുന്നത്. മതനിഷേധികളാക്കി പല ആളുകളെയും മാറ്റുന്നതിന് ഒരു ഘടകം ദാരിദ്ര്യമാണ്. ആ ദാരിദ്ര്യത്തിൽ നിന്നും അള്ളാഹുവിനോട് ശരണം ചോദിക്കണം. ഈ ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞാല് വലിയ സമ്പന്നനാക്കുക എന്നുള്ളതല്ല. ഉള്ളതിൽ നിന്ന് സംതൃപ്തിയോടുകൂടി ഹൈറോടുകൂടി ജീവിക്കാൻ നമുക്ക് ലഭിക്കുന്ന സമ്പത്തിൽ അള്ളാഹുവിനോട് ബർക്കത്തിനെ ചോദിക്കുക, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ചോദിക്കുക എന്നുള്ളതാണ്. ഒരു സംതൃപ്തിയുള്ള, കിട്ടുന്നതിൽ ഒരു സംതൃപ്തിയുള്ള ഒരു മനസ്സിനുടമകളാക്കി മാറ്റാൻ റബ്ബിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ കുഫറിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. കാരണം പ്രവാചകൻ ചോദിച്ചതാണ്. അപ്പൊ നമ്മുടെ ജീവിതം ദുസ്സഹമാകുന്ന സമയത്ത് എല്ലാ മേഖലകളിലും അതിന്റെ അലയൊലികൾ ഉണ്ടാവും. അപ്പൊ ഭൗതികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളിലും അനാസ്ഥയും അലംഭാവവും ഉണ്ടാവും. അതുകൊണ്ടാണ് ദാരിദ്ര്യത്തിൽ നിന്ന് അഭയം തേടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുവേ, സമ്പന്നതയുടെയും ദാരിദ്ര്യത്തിന്റെയും നാശത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് സമ്പത്ത് വരുന്നവനും അവൻ മതനിഷേധിയായി മാറാറുണ്ട്, അവൻ ദൈവനിഷേധിയായി മാറാറുണ്ട്, അവന് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തനം ചെയ്യാൻ കഴിയാതെ ദുനിയാവ് എന്നുള്ള രീതിയിൽ ഓടുന്ന ആളുകളെ, എത്രയോ സമ്പന്നരായ ആളുകളെ നമുക്ക് മുമ്പിൽ നമ്മൾ കാണുന്നുണ്ട്. കാരണം സമ്പന്നത എന്ന് പറയുന്നത് അവനെ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകറ്റി. ഇനി എത്രയോ ആളുകൾ നേരെ തിരിച്ചും ദാരിദ്ര്യം, കുട്ടികളെ പോറ്റാനല്ലേ, കുട്ടികളെ കുടുംബം പുലർത്താനല്ലേ, എന്റെ മക്കളെ വളർത്താനല്ലേ, വീട് വെക്കാനല്ലേ എന്നും പറഞ്ഞ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റി അള്ളാഹു നിഷിദ്ധമാക്കിയ പലിശ പോലെയുള്ള ഹറാമായ കാര്യങ്ങളിലേക്ക് പോയി അങ്ങനെ ദുസ്സഹമായ ജീവിതം നയിക്കുന്ന കുഫറിന്റെ ആളുകളായി മാറുന്ന എത്രയോ ആളുകളെ നമ്മൾ സമൂഹത്തിൽ കാണുന്നു. മൂന്നാമതായി അഭയം തേടുന്നത് ഖബർ ശിക്ഷയിൽ നിന്നാണ്. ആ ഖബർ ശിക്ഷയിൽ നിന്ന് അഭയം തേടുന്ന മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും ഭയാനകമായ ഒരു ഘട്ടമാണ്. അതാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അള്ളാഹുവേ, ഖബർ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് റബ്ബേ ഞങ്ങളെ രാവിലെയും വൈകുന്നേരവും, അല്ലെങ്കിൽ അത് ഓരോ സമയങ്ങളിൽ നിന്ന് റബ്ബേ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന് പ്രവാചകനോട് സ്ഥിരമായി ദുആ ചെയ്യാറുണ്ടായിരുന്നു. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും സഹോദരങ്ങളെ ഉണ്ടാവണം. അപ്പൊ ബർസഖി ജീവിതഘട്ടത്തിലാണ് ഈ ആചരാക്കൽ ഉണ്ടാവുക എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കും. ഖബർ ശിക്ഷയുടെ സ്ഥിരീകരണത്തിനുള്ള തെളിവാണത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഖബർ ശിക്ഷയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖബർ ശിക്ഷ അത് ഹഖാണ്, അത് സത്യമാണ്. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ തശഹുദ് ചൊല്ലുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തശഹുദ് അവസാനിപ്പിക്കുമ്പോൾ 4 കാര്യങ്ങൾ ഇന്ന് സുബഹി നമസ്കരിക്കുമ്പോഴും നമ്മൾ ചോദിച്ചു. എന്താണ് നമ്മളൊന്ന് ചോദിച്ചത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുവേ, ഞാൻ നിന്നോട് ഇതാ രക്ഷ തേടുന്നു റബ്ബേ ഖബറിലെ ശിക്ഷയിൽ നിന്ന്. വമിൻ അദാബിൻ നാർ, രണ്ടാമത് നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ അഭയം ചോദിച്ചു, റബ്ബേ, നരകത്തിൽ നിന്നുള്ള ആ ഒരു കൊടിയ ശിക്ഷയിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് റബ്ബേ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ നമ്മൾ പ്രാർത്ഥിച്ചു. പിന്നെയോ ഒമിൻ ഫിത്നത്തിൽ മഹിയ ഉമ്മാതി, ജീവിതത്തിലെയും മരണത്തെയും അതിന്റെ നാശത്തിൽ നിന്ന്, അതുപോലെ തന്നെ ഒമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, ഈ 4 കാര്യങ്ങളിൽ നിന്ന് അഭയം ചോദിക്കാതെ 5 നേരത്തെ നമസ്കാരം ഒരു മുസ്ലിം പൂർത്തീകരിക്കുന്നില്ല എന്നുള്ളതാണ്.
അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ചോദ്യം കുറച്ചുകൂടി സഹോദരങ്ങളെ ഒരു ഫലമായി മാറണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ മാത്രമേ, മരിച്ചു പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ കഴിയൂ. അപ്പൊ അള്ളാഹുവിനോട് അഭയം തരാൻ നമ്മൾ പലതും, റബ്ബേ ഇന്നത് നൽകണേ, സ്വാലിഹായ സന്താനങ്ങളെ നൽകണേ, ആരോഗ്യം നൽകണേ, സമ്പത്ത് നൽകണേ, ജീവിതം വിശുദ്ധമാക്കണേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിന്റെ കൂട്ടത്തിൽ തന്നെ റബ്ബേ ഇന്ന ഇന്ന കാര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് അഭയം നൽകണമേ എന്നുകൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതം വളരെ ഹൈറാവുകയും ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുകയും ചെയ്യുക. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വഅദാബിൽ ഖബ്രി, ഈ 3 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ അഭയം തേടുക. അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ ചോദിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദുആ ചെയ്യുന്ന ഏറ്റവും നല്ല വിശ്വാസികളുടെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാവട്ടെ. അപർശിക്ഷയിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മുടെ മരണാനന്തര ജീവിതം അള്ളാഹു ധന്യമാക്കി തരുമാറാവട്ടെ. ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ ഖൈറും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ജ്യേഷ്ഠ സഹോദരന്മാർ, കൂട്ടുകുടുംബാദികൾ, മക്കൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.